തലശ്ശേരി തലായിലെ CPM നേതാവ് M ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 1 മുതൽ 7 വരെയും പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2008 ഡിസംബർ 31-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ ചേരുന്നുണ്ട്. സുമേഷ്, ഈ കൊലപാതകം നടന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്താണ് വിധിയിൽ പറയുന്നത്? ടോം, മത്സ്യത്തൊഴിലാളി യൂണിയൻ CIT നേതാവും CPM തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള തലായിലെ K ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ 7 പ്രതികൾ ശിക്ഷ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആകെ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 7 പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 4 പേരെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. അതിൽ മറ്റൊരാൾ ഈ വിചാരണയ്ക്കിടെ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് RSS BJP പ്രവർത്തകരായിട്ടുള്ള തലായി പൊക്കായ് ഹൗസിൽ P സുമിത്ത്, കൊമ്മൽവയൽ വിശ്വവസന്തത്തിൽ K പ്രജീഷ് ബാബു, തലായി ബംഗാളി ഹൗസിൽ B നിതിൻ, പുലിക്കൂൽ ഹൗസിൽ K സനൽ, പാർമേൽ ഹൗസിൽ നിജോഷ്, കുനിയിൽ ഹൗസിൽ സജീഷ്, പഴയമഠത്തിൽ B ജയേഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ശിക്ഷ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പേരെ, അതായത് K പൊക്കായ് ഹൗസിൽ സുമിത്ത്, K പ്രജീഷ് ബാബു, B നിതിൻ, സനൽ, സ്മിജോഷ് ഇവരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇതിൽ 8ാം പ്രതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8ാം പ്രതി അജിത്ത് മരിച്ചിരുന്നു. K സന്തോഷ് കുമാർ, ശരത്ത്, K സനീഷ്, കുന്നംപുറത്ത് അജേഷ് എന്നിവരാണ് കോടതി വെറുതെ വിടുകയും ചെയ്തത്. 2008 ഡിസംബർ 31-നായിരുന്നു നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു കൊലപാതകം നടന്നത്. ഇദ്ദേഹം ഈ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു. അന്ന് ഈ BJP-യിൽ നിന്ന് CPM-ലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് കൂടുതൽ ആളുകൾ CPM-ൽ നിന്ന് CPM-ലേക്ക് ആകർഷിച്ചുകൊണ്ട് തന്നെ BJP-യിൽ നിന്ന് ഒരുപാട് ആളുകൾ ചേക്കേറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവ വികാസം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഭവത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടന്നത്. ഏതായാലും ഇപ്പൊ 7 പ്രതികളെ ഇപ്പോൾ കോടതി CPM നേതാവ് ലതീഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 18 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.